വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനാട്ടമി തൊറാക്സിലെ ആർച്ച് ഓഫ് അയോട്ടയാണ്. ഷോർട്ട് നോട്ട് ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടേ. അപ്പം ആർച്ച് ഓഫ് അയോട്ട അത് അസെൻഡിങ് അയോട്ടയുടെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ ഓഫ് അസെൻഡിങ് അയോട്ട അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റേണൽ ആംഗിൾ. സ്റ്റേണൽ ആംഗിൾ ഇല്ലേ, നമ്മൾ സ്റ്റേണത്തൊരു ബോഡി പ്രൊമനൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ. അപ്പം അതാണ് സ്റ്റേണൽ ആംഗിൾ. അപ്പോൾ ആ സ്റ്റേണൽ ആംഗിളിൻ്റെ ലെവലിൽ അസെൻഡിങ് അയോട്ടയുടെ കണ്ടിന്യൂഷനായിട്ട് വന്നിട്ട് ആർച്ച് ചെയ്തിട്ട് ഡിസെൻഡിങ് അയോട്ടയുടെ കണ്ടിന്യൂഷനായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ആർച്ച് ഓഫ് അയോട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആർച്ച് ഓഫ് അയോട്ട, അതൊരു ആർച്ച് ഉണ്ട്. അത് എവിടെയാണ് ആർച്ച് ചെയ്യുന്നത്? ഇറ്റ് ആർച്ചസ് ഓവർ ദ റൂട്ട് ഓഫ് ലെഫ്റ്റ് ലെഗ്. ലെഫ്റ്റ് ലെഗിൻ്റെ റൂട്ടിൻ്റെ അവിടെ ആയിട്ടാണ് ഇത് ആർച്ചസ് ചെയ്യുന്നത്. ആർച്ച് ഓഫ് അയോട്ട ബിഗിൻസ് ആൻഡ് എൻഡ്സ് അറ്റ് ദ സെയിം ലെവൽ. ആർച്ച് ഓഫ് നമ്മുടെ അസെൻഡിങ് അയോട്ടയുടെ കണ്ടിന്യൂഷനായിട്ട് വന്നിട്ട് ഡിസെൻഡിങ് അയോട്ടയുടെ കണ്ടിന്യൂഷനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേണൽ ആംഗിൾ ലെവലിലാണ് അത് ബിഗിൻ ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ബിഗിൻസ് ആൻറ്റീരിയർലി. ആർച്ച് ഓഫ് അയോട്ട ആൻറ്റീരിയർലി ബിഗിൻ ചെയ്തിട്ട് പോസ്റ്റീരിയർലി ആയിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. ദെൻ അബൌട്ട് ദ ബ്രാഞ്ചസ്: ബ്രേക്കിയോസെഫാലിക് ആർട്ടറി, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. ഇതാണ് മെയിൻ ബ്രാഞ്ചസ്. ബ്രേക്കിയോസെഫാലിക്, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ്, ലെഫ്റ്റ് സബ്ക്ലേവിയൻ. എന്നാലും ഒക്കേഷണലി ആയിട്ട് നമ്മുടെ ഒരു ഫോർത്ത് ബ്രാഞ്ച്, നമ്മുടെ തൈറോയിഡിൻ്റെ ഒരു ഫോർത്ത് ബ്രാഞ്ച് ഉണ്ട്, തൈറോയിഡിയ ഇമ ആർട്ടറി. അത് മേ റൈസ് ഫ്രം ആർച്ച് ഓഫ് അയോട്ട. ഓക്കെ, എന്നാലും മെയിൻ 3 ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ഒക്കേഷണലി വരുന്നൊരു തൈറോയിഡിയ ഇമ ആർട്ടറി. ഓക്കെ, അതും ആർച്ച് ഓഫ് അയോട്ടയിൽ നിന്ന് ചിലപ്പോൾ റൈസ് ചെയ്യാം. ദെൻ അബൌട്ട് ദ റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താ, മെയിൻലി നമ്മളെപ്പോഴും പഠിക്കുന്ന അനാട്ടമിയിലെ മിക്ക ഓർഗൻ്റെയും അല്ലെങ്കിൽ ഒരു മിക്ക സ്ട്രക്ചറിൻ്റെയും റിലേഷൻസ് പോസ്റ്റീരിയർ, ആൻറ്റീരിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ അങ്ങനെ കേട്ടാണല്ലോ. ഇവിടെ പോസ്റ്റീരിയർ ഉണ്ട്, അതുപോലെ തന്നെ ടു ദ റൈറ്റ് ആണ്. ഓക്കെ, പോസ്റ്റീരിയർ ആൻഡ് ടു ദ റൈറ്റ് ഏതൊക്കെയാണ്? ട്രക്കിയ, ഈ ഫിഗർ കണ്ടോ? ഓക്കെ, ട്രക്കിയ, പിന്നെ ഈസോഫാഗസ്, ലെഫ്റ്റ് റെക്കറന്റ് ലാരിഞ്ചൽ നെർവ്, തൊറാസിക് ഡക്റ്റ്, അതുപോലെ വെർട്ടിബ്രൽ കോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 സ്ട്രക്ചേഴ്സാണ് മെയിൻലി പോസ്റ്റീരിയർ ആയിട്ട് ആൻഡ് ടു ദ റൈറ്റ് ആയിട്ട്. ഓക്കെ, ട്രക്കിയ, ഈസോഫാഗസ്, തൊറാസിക് ഡക്റ്റ്, ലെഫ്റ്റ് റെക്കറന്റ് ലാരിഞ്ചൽ നെർവ്, വെർട്ടിബ്രൽ കോളം. ഇനി ആൻറ്റീരിയർ ടു ദ ലെഫ്റ്റ്, പോസ്റ്റീരിയർ ടു ദ ആൻഡ് ടു ദ റൈറ്റ് ആണെങ്കിൽ ഇവിടെ ആൻറ്റീരിയർ ആൻഡ് ടു ദ ലെഫ്റ്റ് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ലെഫ്റ്റ് ലെഗ് ഉണ്ട്, പ്ലൂറ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് ഫ്രണിക് നെർവ് കണ്ടോ, ലെഫ്റ്റ് ഫ്രണിക് നെർവ്. പിന്നെ ഈ നെർവ് എന്താണ്? ലെഫ്റ്റ് വേഗസ് നെർവ്, ലെഫ്റ്റ് കാർഡിയാക് നെർവ്. ഓക്കെ, ലെഫ്റ്റ് ഫ്രണിക് നെർവ്, ലെഫ്റ്റ് വേഗസ് നെർവ് ആൻഡ് ലെഫ്റ്റ് കാർഡിയാക് നെർവ്. പിന്നെ ഒരു ലെഫ്റ്റ് സുപ്പീരിയർ ഇൻ്റർകോസ്റ്റൽ വെയിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആൻറ്റീരിയർ റിലേഷൻ, പോസ്റ്റീരിയർ റിലേഷനും ആൻറ്റീരിയർ റിലേഷനും പഠിച്ചു. ഇനി ഇൻഫീരിയർ റിലേഷൻ. ഇൻഫീരിയർ റിലേഷൻ ഈ ഒരു ഫിഗർ നോക്കാം. ഇൻഫീരിയറിൽ എന്തൊക്കെയുണ്ട്? ലെഫ്റ്റ് ബ്രോങ്കസ് ഉണ്ട്, അതുപോലെ ബൈഫർക്കേഷൻ ഓഫ് പൾമറി ട്രങ്ക്, പൾമറി ട്രങ്കിൻ്റെ ഒരു ബൈഫർക്കേഷൻ കാണാം. സൂപ്പർഫിഷ്യൽ കാർഡിയാക് പ്ലെക്സസ് കാണാൻ പറ്റും. ലെഫ്റ്റ് റെക്കറന്റ് ലാരിഞ്ചൽ നെർവ് ഉണ്ട്, അതുപോലെ ലിഗമെൻറ്റും ആർട്ടരിയോസും. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഇൻഫീരിയർ ആയിട്ട് ആർച്ച് ഓഫ് അയോട്ടയുടെ ഇൻഫീരിയർ റിലേഷനിൽ 5 കാര്യങ്ങളുണ്ട്. ലെഫ്റ്റ് ബ്രോങ്കസ്, പൾമറി ട്രങ്കിൻ്റെ ബൈഫർക്കേഷൻ, ഒരു കാർഡിയാക് പ്ലെക്സസ്, ലെഫ്റ്റ് റെക്കറന്റ് ലാരിഞ്ചൽ നെർവും ലിഗമെൻറ്റും ആർട്ടരിയോസും. ദെൻ സുപ്പീരിയർ റിലേഷനോ, ഈ ആർച്ച് ഓഫ് അയോട്ടയ്ക്ക് മേലെ കൂടെ എന്തൊക്കെ പോകുന്നുണ്ട്? ബ്രേക്കിയോസെഫാലിക് ട്രങ്ക്, ലെഫ്റ്റ് കോമൺ കാരോട്ടിഡ്, ലെഫ്റ്റ് സബ്ക്ലേവിയൻ, ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിന്, തൈമസും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആർച്ച് ഓഫ് അയോട്ടയുടെ ആൻറ്റീരിയർ, പോസ്റ്റീരിയർ ആൻഡ് ടു ദ റൈറ്റ് റിലേഷൻ, ആൻറ്റീരിയർ ആൻഡ് ടു ദ ലെഫ്റ്റ് റിലേഷൻ, ഇൻഫീരിയർ റിലേഷൻ ആൻഡ് സുപ്പീരിയർ റിലേഷൻ. ഇനി ഡെവലപ്മെൻറ്റ്. ഈ ആർച്ച് ഓഫ് അയോട്ട ഡെവലപ്ഡ് ഫ്രം അയോട്ടിക് സാക്ക്, ലെഫ്റ്റ് ഹോൺ ഓഫ് അയോട്ടിക് സാക്ക്, ലെഫ്റ്റ് ഫോർത്ത് അയോട്ടിക് ആർച്ച് ആർട്ടറി, ലെഫ്റ്റ് ഡോഴ്സൽ അയോട്ട, ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ഫോർത്ത് ഡോഴ്സൽ ആർച്ച് ദ ആർട്ടറി ആൻഡ് 7th സെർവിക്കൽ ഇൻ്റർസെഗ്മെൻ്റൽ ആർട്ടറി. ഓക്കെ, അപ്പം ജസ്റ്റ് ആർച്ച് ഓഫ് അയോട്ടയുടെ ഡെവലപ്മെൻ്റ് ആയിട്ട് ചിലപ്പം 1 വേർഡ് ആയിട്ടോ എല്ലാം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, അയോട്ടിക് സാക്കിൽ നിന്ന് പിന്നെ ലെഫ്റ്റ് ഹോൺ ഓഫ് അയോട്ടിക് സാർക്ക് എംബ്രിയോളജിയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു 4 ഡെവലപ്മെൻറ്റ് സോഴ്സ് ഓർത്ത് വെക്കുക. അയോട്ടിക് സാക്ക്, ലെഫ്റ്റ് ഹോൺ ഓഫ് അയോട്ടിക് സാക്ക്, ലെഫ്റ്റ് ഫോർത്ത് അയോട്ടിക് ആർച്ച് ആർട്ടറി, ലെഫ്റ്റ് ഡോഴ്സൽ അയോട്ട. ക്ലിനിക്കൽ ആസ്പെക്റ്റ് നോക്കുവാണെങ്കിൽ അയോട്ടിക് നക്കിൾ, നമ്മുടെ ചെസ്റ്റ് എക്സ്റേയുടെ PA വ്യൂ കാണുമ്പം നമുക്ക് ആർച്ച് ഓഫ് അയോട്ടയുടെ ഒരു ഷാഡോ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, and in the X-ray chest PA view, the shadow of the arch of aorta appears as small bulb-like projection. എവിടെയാണ്? at the upper end of left margin of cardiac shadow. കാർഡിയാക് ഷാഡോയുടെ ലെഫ്റ്റ് മാർജിൻ്റെ അപ്പർ എൻഡിലായിട്ട് നമുക്കൊരു ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ കാണാം. അതെന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇറ്റ് ഇസ് ഷാഡോ ഓഫ് ആർച്ച് ഓഫ് അയോട്ട. അതിനെയാണ് അയോട്ടിക് നക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഓൾഡ് ഏജിൽ ചിലപ്പം ഈ അയോട്ടിക് നക്കിൾ ഭയങ്കര പ്രൊമനൻ്റ് ആയിട്ട് കാണാം. കാരണം എന്താ? ഡ്യൂ ടു ഫോൾഡിങ് ഓഫ് ആർച്ച് കോസ്ഡ് ബൈ അതറോസ്ക്ലിറോസിസ്. ഓക്കെ, then coarctation of aorta.
അതൊരു കൺജെൻറ്റൽ നാരോയിങ് ആണ് അയോട്ടയുടെ. ജസ്റ്റ് പ്രോക്സിമൽ ഓർ ഡിസ്റ്റൽ ടു ദ എൻട്രൻസ് ഓഫ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഡക്ടസ് ആർട്ടീരിയോസിനായി ഒരു എൻട്രൻസ് ഉണ്ട്, അതിൻ്റെ പ്രോക്സിമലായിട്ടോ ഡിസ്റ്റലായിട്ടോ കാണുന്നൊരു കൺജെൻറ്റൽ നാരോയിങ് ഓഫ് അയോട്ട. അതുപോലെ നമുക്ക് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് PDA, അതുപോലെ ആർച്ച് ഓഫ് അയോട്ടയുടെ അന്യൂറിസം, ഇതൊക്കെ നമുക്ക് ക്ലിനിക്കൽ ആസ്പെക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ആർച്ച് ഓഫ് അയോട്ട. അതെന്താണ്, ഈ ഒരു 3 പോയിന്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റേണൽ ആംഗിളിൻ്റെ കാര്യവും അസെൻഡിങ് അയോട്ടയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നിട്ട് സ്റ്റേണൽ ആംഗിൾ ലെവലിലായിട്ടാണ് അതിൻ്റെ ഒരു ബിഗിൻ ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ആർച്ച് ഓഫ് അയോട്ടയുണ്ട്, അത് ആർച്ചസ് ചെയ്യുന്ന ലെഫ്റ്റ് ലെങ്ങിൻ്റെ റൂട്ടിന് അവിടെ ആയിട്ടാണ്. ബ്രാഞ്ചസിൻ്റെ കാര്യം ഓർക്കുക. റിലേഷൻ ജസ്റ്റ് ഈ ഒരു ഫിഗർ നല്ല എളുപ്പമുള്ളതല്ലേ, അപ്പോൾ ഈ ഫിഗർ നമുക്ക് പഠിക്കുകയാണെങ്കിൽ റിലേഷൻ നമുക്ക് പെട്ടെന്ന് ഓർക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഡെവലപ്മെൻറ്റ് സോഴ്സും അതുപോലെ ക്ലിനിക്കൽ ആസ്പെക്റ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.